തമിഴ് സിനിമയുടെ ലോകത്ത് ഇതിഹാസങ്ങളായ രജനീകാന്തിനും കമൽഹാസനും ശേഷം ഒരു പുതിയ യുഗം ആരംഭിച്ചു. അജിത്, വിജയ്, സൂര്യ എന്നിവർ നിർവചിച്ച ഒരു യുഗം. എന്നാൽ ഈ മൂവരിൽ ഒരാൾ താരമൂല്യത്തിനു വേണ്ടി മാത്രമല്ല നിലകൊണ്ടത്, ഉള്ളടക്കത്തിനു വേണ്ടിയുമായിരുന്നു. ഇത് സൂര്യ ശിവകുമാരന്റെ യാത്രയാണ്. ഉയരുകയും വീഴുകയും അതിലും ശക്തനായി വീണ്ടും ഉയരത്തെഴുന്നേൽക്കുകയും ചെയ്ത ഒരു മനുഷ്യന്റെ കഥ. നടൻ ശിവകുമാറിന്റെ മകനായി ജനിച്ചെങ്കിലും ആത്മവിശ്വാസത്തോടെയല്ല സൂര്യ സിനിമാ ലോകത്തേക്ക് പ്രവേശിച്ചത്. അദ്ദേഹത്തിന് തിരസ്കാരങ്ങളും ആത്മസംശയവും സഭാകമ്പവും നേരിടേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ ആദ്യകാല സിനിമകൾ ശ്രദ്ധിക്കപ്പെട്ടില്ല. ആളുകൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തെ ചോദ്യം ചെയ്തു. നിരൂപകർ അദ്ദേഹത്തെ മറ്റൊരു താരപുത്രൻ മാത്രമായി എഴുതിത്തള്ളി. പക്ഷേ അദ്ദേഹം മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നു. നന്ദയിലൂടെ അദ്ദേഹം ഒരു മുന്നേറ്റം നടത്തി. കാക്ക കാക്കയിലൂടെ അദ്ദേഹം സ്ക്രീൻ കീഴടക്കി. വാരണമായിരത്തിലൂടെ അദ്ദേഹം വെറുമൊരു നായകൻ മാത്രമല്ല, ആഴത്തിലുള്ള ഒരു നടനാണെന്നും തെളിയിച്ചു. 2000ങ്ങളുടെ തുടക്കത്തിൽ തമിഴ്നാട് ഒരു മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചു. അജിത് പുതിയ പരീക്ഷണങ്ങൾ നടത്തുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഹിറ്റുകൾ സ്ഥിരതയില്ലാത്തതായിരുന്നു. എന്നാൽ ആരാധകർ അദ്ദേഹത്തിന്റെ സത്യസന്ധതയെ ആരാധിക്കുകയും വ്യക്തിപരമായ പോരാട്ടങ്ങളിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു. വിജയ് അതിവേഗം ഉയരുകയായിരുന്നു. മക്കൾക്കിടയിൽ സ്വീകാര്യത നേടിയ മാസ് ഹിറ്റുകൾ നൽകി. അദ്ദേഹം ഇളയ ദളപതിയായി, ജനങ്ങളുടെ രാജകുമാരൻ. അപ്പോഴാണ് ആ നിമിഷം വന്നത്. വിജയ് ടിവിയുടെ അവാർഡ് വേദി, കാളിദാസ് ജയറാം എന്ന യുവാവ്, ജയറാം എന്ന നടന്റെ മകൻ, മറക്കാനാവാത്ത ഒരു മിമിക്രി പ്രകടനം. അവൻ ആ 3 താരങ്ങളെയും അനുകരിച്ചു. ഇളയ ദളപതി എന്ന് പറഞ്ഞപ്പോൾ ആൾക്കൂട്ടം ആവേശത്തിലായി. സൂര്യയും ആ സദസ്സിലുണ്ടായിരുന്നു. അദ്ദേഹം എന്തോ ഒന്ന് ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന് എന്തോ ഒന്ന് തോന്നി. എന്തുകൊണ്ടാണ് ആളുകൾ വിജയ്ക്കു വേണ്ടി മാത്രം ആർപ്പു വിളിക്കുന്നത്? അവരുടെ ഹൃദയത്തിൽ തനിക്ക് എവിടെയാണ് സ്ഥാനം? അത് അദ്ദേഹത്തെ ആഴത്തിൽ സ്പർശിച്ചു. ആ നിമിഷം സൂര്യയെ മാറ്റിമറിച്ചു. അദ്ദേഹം തിരിച്ചടിക്കാൻ തീരുമാനിച്ചു. അഹംഭാവം കൊണ്ടല്ല, പ്രയത്നം കൊണ്ട്. അങ്ങനെയാണ് സിംഗം എന്ന മാസ് കച്ചവട സിനിമ വരുന്നത്. അത് തമിഴ്നാട്ടിലുടനീളം ഗർജിച്ചു. പ്രേക്ഷകർ ദുരൈസിംഗത്തിനായി ആർപ്പു വിളിച്ചു. എന്നാൽ സിംഗത്തിനു ശേഷം എന്തോ ഒന്നു മാറി. സൂര്യ അതേ ഫോർമുല ആവർത്തിച്ചു. നായക കേന്ദ്രീകൃതമായ കൂടുതൽ തിരക്കഥകൾ, കൂടുതൽ വാണിജ്യപരമായ സമ്മർദ്ദങ്ങൾ. പക്ഷേ ആ മാന്ത്രികത നഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ വിശ്വസ്ത സംവിധായകൻ ഗൗതം മേനോന്റെ തിരക്കഥകൾ പോലും അദ്ദേഹം നിരസിച്ചു. പിന്നീട് സിനിമകൾ ഒന്നിനു പുറകെ ഒന്നായി പരാജയപ്പെട്ടു. ആരാധകർ വിശ്വസ്തരായിരുന്നു. പക്ഷേ പഴയ സൂര്യയുടെ തിരിച്ചുവരവിനായി കാത്തിരുന്ന് അവർ തളർന്നു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. ഉള്ളടക്കവും നിർമ്മാണ മികവും ഒരുപോലെ ഉണ്ടായിരുന്ന 24 എന്ന സയൻസ് ഫിക്ഷൻ ത്രില്ലറുമായി അദ്ദേഹം തിരിച്ചെത്തി. അതൊരു വിജയമായിരുന്നു. സൂര്യ സ്വയം വീണ്ടും കണ്ടെത്തിയിരുന്നു. പിന്നീട് വന്നത് മാസ്റ്റർ പീസുകളായിരുന്നു. സൂററൈ പോട്ടർ, അഭിലാഷത്തിന്റെയും ഹൃദയത്തിന്റെയും പോരാട്ടത്തിന്റെയും കഥ. ജയ് ഭീം, നീതിക്കുവേണ്ടിയുള്ള ഒരു ശബ്ദം, രാജ്യത്തെ പിടിച്ചുകുലുക്കിയ ഒരു സിനിമ. ഇവ വെറും ഹിറ്റുകളായിരുന്നില്ല. സൂര്യയ്ക്ക് യഥാർത്ഥത്തിൽ എന്തു ചെയ്യാൻ കഴിയുമെന്നതിന്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു അവ. സൂര്യ ഒരു നടൻ മാത്രമല്ല, അദ്ദേഹം ഒരു പഠിതാവാണ്. അദ്ദേഹം ഇടറുന്നു, അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കുന്നു, അദ്ദേഹം ആരാധകരെ കേൾക്കുന്നു, അദ്ദേഹം തന്റെ പാത തിരുത്തുന്നു. ഓരോ പരാജയത്തിലും അദ്ദേഹം വളരുന്നു. ഇന്ന് അദ്ദേഹം വീണ്ടും പുതിയ ശൈലികൾ പരീക്ഷിക്കുകയാണ്. അതെ, അദ്ദേഹം വീണ്ടും പരാജയപ്പെട്ടേക്കാം. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, സൂര്യ പരാജയപ്പെടുമ്പോൾ അദ്ദേഹം പഠിക്കുന്നു. അദ്ദേഹം പഠിക്കുമ്പോൾ അദ്ദേഹം കൂടുതൽ ശക്തനായി തിരിച്ചുവരുന്നു. യഥാർത്ഥ ജനങ്ങളുടെ താരമായ സൂര്യ ശിവകുമാറിന് കൂടുതൽ ശക്തമായ പ്രകടനങ്ങളും ധൈര്യപൂർവമായ തിരഞ്ഞെടുപ്പുകളും അദ്ദേഹം അർഹിക്കുന്ന സ്നേഹവും നിറഞ്ഞ ഒരു യാത്ര ആശംസിക്കുന്നു. കാരണം ഇതാണ് തമിഴ് സിനിമയ്ക്ക് ആവശ്യമുള്ള സൂര്യ.